അപ്പോൾ ഇങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്റ്റീംഡ് ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ മാത്രമേ ഉണ്ടാക്കാത്തുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക, കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ 2 മുട്ട എല്ലാം കൂടി 10 മിനിറ്റ് വേവിച്ചെടുക്കുക. നേരം ഇതുപോലെ കിട്ടും. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആ മുട്ടയും വേവിച്ച ഗാർലിക്കും അതുപോലെ തന്നെ ഉണക്കമുളകും പിന്നെ കുറച്ച് ചീസ്, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ പിച്ചി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആ മിക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി കൂട്ടി നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് അത് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് അടച്ച് വെച്ചിട്ട് 2 സൈഡും ബട്ടർ തേച്ച് ഒന്ന് പാനിലിട്ട് നല്ലോണം മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഫില്ലിംഗ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു റിഫ്രഷിങ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതിനകം ട്രൈ ചെയ്തിട്ടുണ്ടാകും, എന്നാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്. എന്നാൽ ശരി, പിന്നെ കാണാം. ബൈ.